മറ്റൊരു ചോദ്യം നമുക്കുള്ളത് ഒരു അധ്യാപികയാണ്. അവർ പറയുന്നത് എനിക്ക് 41 വയസ്സായി, എൻ്റെ അയൽവാസി എന്നേക്കാൾ 10 വയസ്സിന് താഴെയുള്ളവരാണ്, പക്ഷെ ഞങ്ങൾ നല്ല ആത്മബന്ധമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അയൽവാസികളായി. സഹോദരി അധ്യാപികയാണ്. അപ്പോൾ അവരെ മക്കളും എൻ്റെ മക്കളും ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരുമിച്ച് അവർ പോകുന്നു വരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ടീച്ചറുടെ മകനും ഈ അയൽവാസിയായ സഹോദരിയുടെ മകനും ഏതൊരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ചു നേരം 2 മണിക്കൂറോളം അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ടീച്ചർ കണ്ടു, ഇവരെ അറിയാതെ ഇവർ കണ്ടു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളെന്താ വൈകിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പള്ളിയിലിരിക്കുകയായിരുന്നു എന്ന് ഈ കുട്ടികൾ കളവ് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി സ്വന്തം മകനുമുണ്ട് അയൽവാസിയുണ്ട്. അപ്പോൾ അവരെ നന്നായി ചീത്ത പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കണം ഞാൻ കണ്ടു, അങ്ങനെ അന്യ ആൾക്കാരുടെ അടുത്ത് പോയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശം ശാസ്ത്രം നൽകി. പക്ഷേ ഈ അയൽവാസിയായ കുട്ടി പോയിട്ട് ആ ഉമ്മാനോട് എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു അകൽച്ച ഉണ്ടായി എന്ന് മാത്രമല്ല, ഇവർ ചെന്നിട്ട് അവരെ ഹെഡ് മാസ്റ്ററോടും ഒക്കെ ഈ ടീച്ചറെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു ഇവരറിയാതെ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നീടാണ് ഇവരറിഞ്ഞത്, ഈ കുട്ടികൾ കാരണമാണ് ഇവരിങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഇവരെന്നെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ വീട്ടിൽ കണ്ടപ്പോൾ അവരെ ചീത്ത പറഞ്ഞാണ്, അതുകൊണ്ട് റംസാനൊക്കെ വന്നപ്പോൾ ഞാൻ അവരെ പൊരുത്തപ്പെടിച്ചു, നമ്മളിങ്ങനെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞല്ലേ ഈ തെറ്റിദ്ധാരണ മാറണമെന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇവരിപ്പോഴും എന്താണ് ഒരു അകൽച്ച അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണ്, എൻ്റെ അമലുകൾ, ആ സഹോദരി ചോദിക്കണേ, എൻ്റെ അമലുകൾ എങ്ങാനും അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട്, ബേജാറുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അസ്വസ്ഥയായിരിക്കും. ആരെങ്കിലും ഇപ്പോൾ നമ്മൾ സ്ഥിരമായി മിണ്ടിയിരുന്ന ഒരാൾ സംസാരിക്കാതെ ആവുക, അല്ലെങ്കിൽ ഒരു പിണക്കുണ്ടാവുക പറഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതന്നെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പിന്നിലുള്ളതും. അവർ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇവിടെ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, പിന്നെ ആ കുട്ടിയെ ചീത്ത പറഞ്ഞ പോലെ തന്നെ ഇവരെ കുട്ടിയെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയത്ത് രണ്ടുപേരെയും ഒന്നിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു അപാകതയില്ല എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. നേരെ മറിച്ച് ന്യായമായ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും അയൽവാസിയുടെ കുട്ടിയെ മാത്രമാണ് ശാസിക്കുകയും ഉപദേശിക്കുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ അത് ചീത്ത പറയാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ഉപദേശം പറയാമായിരുന്നു, അല്ലെങ്കിൽ അത് ആ സ്ത്രീയോടൊന്ന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഈ ആക്ഷൻ രണ്ട് കുട്ടികളോടും, ഇവരെ കുട്ടിയോടും അവരെ കുട്ടിയോടും ചെയ്തത് കൊണ്ട് അവരുടെ കുട്ടിയോട് മാത്രമായിട്ടൊരു അനീതി ചെയ്തു എന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതിൽ വെറുതെ ഒരു ടെൻഷൻ ആവേണ്ട ഒരു കാര്യം ഇല്ല. പിന്നെ സ്വാഭാവികമായും കുട്ടി ചെന്ന് പറഞ്ഞതിലൂടെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ബന്ധം, ഇത് ഒരു സ്വാഭാവിക സംഗതിയാണ്. കാരണം പൊതുവെ നമ്മളെങ്ങനെ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്താൽ പോലും, എന്ത് ചെയ്താലും അത് മറ്റൊരാൾ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ അത് പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വിരുന്ന് പോയി, അപ്പോൾ അവിടുന്ന് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ കുട്ടിയെ ചീത്ത പറഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ആ വീട്ടിലത്തെ ആളുകൾ എന്ത് ചെയ്യാണ്, ആ കുട്ടിയെ പറയുകയാണെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന അക്രമം കണ്ടാൽ പോലും അവർക്ക് പറയാൻ ന്യായമുണ്ടെങ്കിൽ പോലും ആ പറഞ്ഞത് സഹിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യില്ല, പറ്റൂല. നമ്മുടെ കുട്ടിയാവുമ്പോൾ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരുടെ കുട്ടികളെ നമുക്ക് എത്ര ഗുണകാംക്ഷയാണെങ്കിലും ഉപദേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് അവർ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് നല്ല നിലക്ക് ആ കുട്ടിക്കൊരു സ്നേഹം തോന്നുന്ന രൂപത്തിൽ ഒരു സൗഹൃദത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. വേറെ നിലക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇവരിപ്പോൾ ഇത് പൊരുത്തപ്പെടിച്ചു, പല സന്ദർഭത്തിൽ പോയി പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പരലോകത്തിൻ്റെ അമല് രണ്ടാൾ തമ്മിൽ ഭിന്നിച്ച് നിന്നാൽ അവരെ അമലുകൾ അള്ളാഹുലേക്ക് ഉയരുകയില്ല എന്ന് പറഞ്ഞ ഹദീസിൻ്റെ ഒരു ആശയപ്രകാരമായിരിക്കും അവർ ചോദിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു കുറ്റം ഇവർ ചെയ്തിട്ടില്ലല്ലോ, മനഃപൂർവ്വം അവരോട് പിണങ്ങിയിട്ടില്ല, അങ്ങനെ പിണങ്ങാനുള്ളൊരു കാരണം ഇവരുണ്ടാക്കിയിട്ടില്ല. ഇനി ഉണ്ടായ പിണക്കത്തെ തീർക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അഅലം. തീർച്ചയായിട്ടും.